രക്ഷണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ജാക്കറ്റ് സ്റ്റൈലും ഒരു അംബ്രല്ല പോലുള്ള ഒരു കുർത്തി തയ്ക്കാമേ. അതിന് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ഞാൻ ഇതെടുത്തേക്കുന്നത് 3 മീറ്ററാണ്. അപ്പോൾ ഇതിന് വീതി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 3 മീറ്റർ എടുത്തേക്കണേ. നിങ്ങളെടുക്കുന്ന ഫാബ്രിക്കിന് വീതി ഉള്ളതാണെങ്കിൽ, നന്നായിട്ട് വീതി ഉള്ളതാണെങ്കിൽ 2.5 മീറ്റർ എടുത്താലും മതി. അതേപോലെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള 1.5 മീറ്റർ കോട്ടൻ്റെ ഒരു ഫാബ്രിക് കൂടെ വേണേ. രണ്ടും കോട്ടൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പീസിൻ്റെ ആദ്യം ഒന്ന് രണ്ടായിട്ട് നമ്മൾ മടക്കുക. ഇങ്ങനെയാണ് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റിൻ്റെ ഭാഗം വെച്ച് ഒന്നും കൂടെ മടക്കുക. അപ്പോൾ അങ്ങനെ 4ആയിട്ട് നമ്മൾ ഒരു ഭാഗം എടുത്ത് മടക്കുക. ഒരു ഭാഗം മടക്കിയാൽ മതി 4ആയിട്ട്. തുണി പിന്നെ തികയത്തില്ല. എന്നിട്ട് നമ്മൾ ചെസ്റ്റിന് കിട്ടുമെന്ന് നോക്കണം. എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കിട്ടി 12 ഇഞ്ചിലുണ്ട്. അപ്പം നമുക്കിതൊന്നും കട്ട് ചെയ്യാം. മുകളിൽ ഇതിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. മുകളിൽ ഷോൾഡറിന് വേണ്ടി 1/2 ഇഞ്ച് ഞാനിങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈൻ വരച്ചു. ഇനി എന്നിട്ട് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് എടുക്കുന്നത്. 15 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ സൈഡിലും 15 ഇഞ്ച്, ഈ സൈഡിലും 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ എടുക്കുന്ന ഷോൾഡർ 6.5 ഇഞ്ചാണ്. ഷോൾഡർ മാർക്ക് ചെയ്തു. എല്ലാം ഈ നമ്മുടെ 1/2 ഇഞ്ചിൻ്റെ ആ ലൈനിൽ വേണേൽ മാർക്ക് ചെയ്യാൻ. അവിടുന്ന് താഴോട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനാണ് ഇത്. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ച്, അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിത് തമ്മിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കാം. 6.5 പകുതി എന്ന് പറയുന്നത് 3.25 ഇഞ്ച്. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ച്, അതിൻ്റെ കൂടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ അതും അങ്ങ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ വേസ്റ്റിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടൊന്ന് 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് തയ്യൽ തുമ്പെല്ലാം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ വേസ്റ്റിൻ്റെ ലൈന് 8.5 ഇഞ്ച്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ കറക്റ്റ് നമ്മുടെ ചെസ്റ്റും ഇതിവിടെയാണ് നമുക്കറിയാമല്ലോ. അതേപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു കട്ടിങ് കൊടുക്കാം. അപ്പം നമുക്ക് ലാസ്റ്റിൽ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പോർഷനാണ്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണം. കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഇത് 1/2 ഇഞ്ച് നമ്മളൊന്ന് കൈയൊന്ന് കുഴിച്ച് വെട്ടണം. എന്നിട്ട് ഒരു പീസ് മാറ്റി നമ്മൾ കൈക്കുഴി വെട്ടുവാണേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി. അപ്പോൾ ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി ഒരു ചെറിയൊരു രണ്ടും കൂടെ പിടിച്ച് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാലോ ഫ്രണ്ടാണ്. ഞാനാണെങ്കിൽ 2 ഫ്രണ്ടും ബാക്കും ഇട്ടിട്ടുണ്ട്. നമുക്ക് നെക്ക് കൂടെ അങ്ങ് മാർക്ക് ചെയ്തങ്ങ് പോകാം. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചുണ്ടേ നമ്മുടെ. അപ്പം നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്താണ് എടുക്കുന്നത് 4 ഇഞ്ച്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച്. അപ്പം നമുക്കിതങ്ങ് ഒരു ബോക്സ് പോലെ അങ്ങ് ആക്കാം. എന്നിട്ട് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പം റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. വരച്ചു. ഇനി എന്നിട്ട് അപ്പം നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം.
പിന്നെ എന്നിട്ട് ഒരു പീസ് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിനെ കൂടെ കട്ട് ചെയ്യാം. ഞാനിവിടെ ജാക്കറ്റിനായിട്ട് ഈ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ജാക്കറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16.5 ആണ്. 16 ഇഞ്ച് ഞാൻ ലെങ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് വേണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതി. 16.5 ലെങ്ത് എടുത്തു. അതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരച്ചു. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ജാക്കറ്റിനും 3 ഇഞ്ചാണേ കൊടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് മറ്റേ നല്ല ജാക്കറ്റിന് ഇച്ചിരി ഞാൻ ലെങ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് ഇറക്കി. ഇപ്പോൾ 5.5 ഇഞ്ചല്ലേ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്, അവിടുന്ന് ഒരു 8 ഇഞ്ച് ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട്. അവിടെയും 3 ഇഞ്ച് വെച്ചെന്നിട്ട് നമുക്ക് അവിടെയും നമുക്ക് നെക്ക് വരയ്ക്കാം, മുമ്പ് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഫ്രണ്ട് ഭാഗം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ഭാഗം വെട്ടുമ്പം നമ്മൾ താഴോട്ടങ്ങ് വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ കയറ്റി വെട്ടരുത്. നമ്മൾ താഴോട്ട് വരച്ചിട്ട് ഇതേ രീതിയിൽ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും ഷോൾഡറും ഒരേ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഇവിടുന്ന് 1 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൻ്റെ ഈ ഫോൾഡഡ് ആയ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് താഴോട്ടൊരു ലൈനായിട്ടങ്ങ് വരയ്ക്കാം. ആ 1 ഇഞ്ച്. എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ജാക്കറ്റിൻ്റെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് ബാക്കിയുള്ള തുണി നമ്മൾ രണ്ടായിട്ടങ്ങ് മടക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് കോണോട് കോണ് നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കുക, പിന്നെ കോണോട് കോണങ്ങ് മടക്കുക. എന്നിട്ട് നമ്മളിതുപോലെ കോണോട് മടക്കിയിട്ട് നമ്മുടെ ബാക്കി എടുത്തിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണ് വണ്ണം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്കങ്ങ് അരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് അതിൻ്റെ ലെങ്ത് വേണ്ടത് 28 ആണ്. 28ൽ മാർക്ക് ചെയ്യുക. 28 ഇഞ്ച് ലെങ്ത് താപ്പോട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ 28 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മോൾ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ എടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്. എൻ്റെ ഇവിടുത്തെ മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. 9.5 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് ലൈനായിട്ടങ്ങ് വരയ്ക്കാം. വരച്ചു. എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് 3.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ മാർക്കിങ്ങിൻ്റെയും കൂടെ പകുതി കാണണം. ഇതിപ്പോൾ 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. 11ൻ്റെ പകുതി എന്ന് പറയുന്നത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നിന്നൊരു 2 ഇഞ്ച് നമുക്ക് മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഈ മാർക്കിങ്ങിൽ കൊണ്ട് മുട്ടിക്കുക. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്കിവിടെ എത്ര തയ്യൽ തുമ്പ് വേണോ അത്രയും ഇടാമേ. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ. എന്നിട്ട് അവിടുന്ന് നേരെ വരയ്ക്കുക. എന്നിട്ട് താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. താഴത്തെ വണ്ണം അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്ക് ഇത് തമ്മിലങ്ങ് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇത് സ്ലീവുണ്ട്. ഇതൊരു സ്ലീവേ ഉള്ളൂ. ഇത് സ്ലീവ് വെച്ചിട്ട് വേറെ ഒരു സ്ലീവും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 1/2 ഇഞ്ച് നമുക്ക് സ്ലീവും കുഴിച്ച് വെക്കണം. അപ്പം നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വെക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കൈയുടെ ബോർഡറിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ലെവലേ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 7 ഇഞ്ച് വണ്ണത്തിൽ നീളത്തിൽ നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് നാലായിട്ടാണ് മടക്കി വെക്കുന്നത്. അപ്പം നമുക്ക് ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന ഞാൻ ഈ പീസ് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനാണ് 8 ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്നിട്ട് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ഒന്ന് നിങ്ങൾ എടുത്തിട്ട് വേണം ഇത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ട് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറേ ക്രോസ് പീസ് വേണം. ഈ റെഡ് കളറിൻ്റെ കുറച്ച് ക്രോസ് പീസ് വേണം നമുക്ക് നെക്കിനും ഇതിനുമായിട്ട്. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്രോസ് പീസും കൂടെ വേണേ. ഇതുപോലെ കുറച്ച് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിന് പോകാം. നമ്മളിനി 2 നെക്കും നമുക്ക് ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ക്രോസ് പീസ് 2ആയിട്ടൊന്ന് മടക്കിയിട്ട് എന്നിട്ട് ഈ ക്രോസ് പീസിൻ്റെ അറ്റത്ത് 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇങ്ങനെ റൗണ്ടേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം 2 നെക്കുവേ. അപ്പോൾ നമ്മുടെ 2 പീസും ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജാക്കറ്റിൻ്റെ 2 ഭാഗമാണ്. 2 പീസാണല്ലോ. ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് 2ആയിട്ട് മടക്കി ക്രോസ് പീസ് വെച്ച് നെക്കടിക്കണം. നെക്കടിച്ചിട്ട് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ ജാക്കറ്റിൻ്റെ ഈ കട്ടിങ് വന്ന വശവും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പീസിൽ നമ്മളിപ്പം ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് യോക്ക് കട്ടിങ്ങിൻ്റെ ഭാഗത്ത് ഇത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ തമ്മിൽ 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആം ഹോള് ഈ സൈഡ് അതുപോലെ ഈ ആം ഹോളും ഈ സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണേ. ഈ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. ഈ ഭാഗം ഇങ്ങനെ വെറുതെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ജാക്കറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഈ തുണിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ സ്കേർട്ട് പോർഷൻ ഒന്ന് എടുക്കുക. ഈ സ്കേർട്ടിൻ്റെ സെൻറ്ററും ഈ തുണിയുടെ സെൻറ്ററും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇത് ഇവിടുത്തെ ഒരു ശകലം ഒന്ന് അഴിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യണേ. ഈ കോട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ജോയിൻ ചെയ്തായിരുന്നു ഇച്ചിരി നല്ലതായിരുന്നു. അപ്പോൾ നമ്മളൊരു ശകലം ഒരു തയ്യലൊന്ന് അഴിച്ചു വിട്ടിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഇതൊന്ന് സ്കേർട്ട് പാർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണേ. ഇതിന് മുമ്പേ ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനങ്ങ് വിട്ടുപോയതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നല്ല തുണിയുടെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ട് അങ്ങോട്ടും സെൻറ്ററിൽ നിന്ന് ഈ വശത്തോട്ടും ജോയിൻ ചെയ്യണം. അതേപോലെ ഈ വശത്തോട്ടും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ട് റെഡിയാവും. അതേപോലെ ഇത് തന്നെ രീതിയിൽ നമ്മൾ ബാക്കിലും ജോയിൻ ചെയ്യണേ. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നമ്മൾ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ രണ്ടും 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ നല്ല വശമാണ്. സ്ലീവിൻ്റെ നല്ല വശം നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഒരു 1/2 ഇഞ്ചിൽ നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ താഴ്ഭാഗം നമുക്ക് 1 ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് നമുക്ക് താഴ്ഭാഗം ഇങ്ങനെ മടക്കിയെടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കുവേ സ്ലീവ്. ഇവിടെ 1/2 ഇഞ്ച് മടക്കണം, ഇവിടെ 1/2 ഇഞ്ചും 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് നമുക്ക്
അടിക്കണം. അങ്ങനെ നമ്മുടെ സ്ലീവ് റെഡിയാവുമേ. നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് പിടിപ്പിക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക, അതേപോലെ സ്ലീവിൻ്റെ സെൻറ്ററും എടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിന് നമുക്ക് 2 സൈഡിലോട്ടും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ഇപ്പുറത്തെ സ്ലീവും ചെയ്യണേ. നമ്മളങ്ങനെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു സ്ലീവ്, അതും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗവും നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തിൻ്റെ നല്ല വശം എടുക്കുക. അപ്പം ഇത് ചിലപ്പോൾ 2 or 3 പീസായിരിക്കും. ഈ പീസ് ആദ്യം ഒന്ന് കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർത്തിട്ട് ഇതിൻ്റെ നല്ല വശം എടുക്കണം. ഈ ടോപ്പിൻ്റെ നല്ല വശവും നമ്മൾ ഈ പീസിൻ്റെ നല്ല വശവും കൂടെ എടുത്തിട്ട് നമ്മളിങ്ങനെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ താഴ്ഭാഗം ഒന്ന് നമ്മൾ കൈ ചെയ്ത പോലെ 1/2 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ നമുക്ക് താഴ്ഭാഗവും ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ താഴ്വശം എല്ലാം ഇതേപോലെ നമ്മൾ താഴ്വശം പിടിപ്പിച്ചിട്ടുണ്ട്. താഴ്വശത്ത് നമ്മളിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം. ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ എത്രയാണോ നമ്മളെടുത്ത സ്ലീവ്, ചെസ്റ്റ്, അതേപോലെ വേസ്റ്റിൻ്റെ മാർക്കിങ് വന്നിട്ട് താപ്പോട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം. അങ്ങനെ 2 ഭാഗവും ഷേപ്പ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഓരോ ഷോ ബട്ടൺ ഈ കളർ തുണി തന്നെ ഓരോ ഷോ ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഒരു 5 ഷോ ബട്ടൺ നമുക്ക് ഇവിടെ ഇങ്ങനെ നടുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ അപ്പം നമ്മുടെ ഫുൾ വ്യൂ ഇതാണ്. നല്ല ഇറക്കമുണ്ട്, നല്ല ലെങ്തും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം. ഇത്രയും ജാക്കറ്റിന് ഇത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ലെങ്ത് വേണ്ട. ഇതിവിടെയാണ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ്. ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. എന്ത് വേണേലും നമുക്ക് ചെയ്യാം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.